ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബ്രൈറ്റ്നെസ് ഉണ്ടോ? ബ്രൈറ്റ്നെസ് ഓവറാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇരിക്കാം. അപ്പം കുറച്ചെങ്കിലും പറ്റാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി ഇതിട്ടിട്ട് പറ്റും. ഓക്കെ ആയെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ വൈകുന്നേരം വന്നതുകൊണ്ട് ബ്രൈറ്റ്നെസ് ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഫുൾ ഡിം ആയിരിക്കും, കാരണം ചുറ്റും വാം ലൈറ്റാണ്. എനിക്കിങ്ങനെ ഒരുപാട് വാം ലൈറ്റ് ഇഷ്ടമല്ല, എനിക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് വേണം. അതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ കയറി ഇരുന്നിട്ടാണ് ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇൻട്രഡക്ഷനും അതും ഇതൊക്കെ ചെയ്തത്. ഇന്നിപ്പോൾ ദാ ബാൽക്കണി ഈ ഗാലറി ഇങ്ങനെ തുറന്നപ്പോഴത്തേനും സൂര്യൻ ഇങ്ങനെ അടിച്ച് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഫുൾ ഇങ്ങനെ ഓറ, എനിക്ക് ചുറ്റും ഓറ ലൈറ്റ്സ്, നാച്ചുറൽ ഓറ ലൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് എക്സാമും ക്ലാസ്സും ഒക്കെയാണ്. ഒരു എക്സസൈസ് ചെയ്യാൻ എനിക്ക് 3-4 പേരുടെ സഹായം ആവശ്യം വന്നു. ഞാനാണ് ഇന്ന്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സീ. എൻ്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇന്നലെ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ലക്കും ലഗാനും ഇല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഞാൻ സ്ഥിരം കിടക്കുന്ന കട്ടിൽ നിന്ന് മാറി അപ്പുറത്തെ മുറിയിലെ കട്ടിൽ കിടന്ന് ഉറക്കം വരാത്ത ഞാൻ, ഉറങ്ങാൻ പറ്റാത്ത ഞാൻ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള ഞാൻ. ഇപ്പം ഈ ട്രെയിനിങ് ടൈമിലൊക്കെ ഒരാൾക്ക് ഒരു മുറിയാണ്. ഞാൻ എൻ്റെ ഉറക്കമൊന്നും നടക്കാറേ ഇല്ല. ഉറക്കമൊക്കെ ഞാൻ മറക്കും, വീട്ടിൽ വെച്ചിട്ടാണ് വരിക. പൂർണ്ണമായിട്ട് അങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. എപ്പോഴെങ്കിലും മയങ്ങിപ്പോയെങ്കിലായി. കാരണം എല്ലാ സമയവും ഞാൻ കണ്ട് കിടക്കും. ഇതെന്താ നേരം വെളുക്കാത്ത എന്നുള്ളൊരു മൈൻഡായിരിക്കും എനിക്ക്. നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ എനിക്ക് എൻ്റെ കട്ടിലും എൻ്റെ മുറി ഇല്ലാതെ പറ്റത്തില്ല. അതിപ്പോൾ നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല. സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടല്ലേ പറ്റാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് പാർട്ട് 4 ആണ് നമ്മുടെ എറണാകുളം ബ്ലോഗ്സിൻ്റെ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, കണ്ടവർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പോകെ വീഡിയോസ് ആഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബൈ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഈ എറണാകുളത്തും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഓരോ മുക്കുമൂലയും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി കുറേ ഫോട്ടോസ് എടുത്ത് പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല പോസുകളിൽ. ഈ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ പച്ചപ്പും ഹരിതാപവും കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. പിന്നെ ആ കുളിർമ ആസ്വദിച്ചുകൊണ്ട് നമ്മളൊരു അങ്ങ് നമ്മുടെ അക്കാഡമിയിലോട്ട് നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. അയ്യോ, ഹായ്, ദിസ് ഈസ് കോൾഡ് ചക്ക അട കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ മാഡത്തിനെയും പിന്നെ അന്നദാനം കഴിച്ച് പുറത്തിറങ്ങി അന്നദാനം കഴിച്ചതിൻ്റെ ഫീലും ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന അയ്യോ, വേറെ ആരുമില്ല കേട്ടോ, വേറെ ആരെയും പകർത്താനും പറ്റിയില്ല. സോറി, ഹേമ മാഡം ദാ വരുന്നു. അന്നദാനം കഴിച്ചിട്ട് ദൈവത്തോട് നന്ദിയും പറഞ്ഞ് പിന്നെ അവിടെ ഒരു വലിയൊരു മരം, ആ മരത്തെ ഒരു പൂവ് എന്തോ ഒരു പൂവിൻ്റെ പേരും പറഞ്ഞ് മറന്നും പോയി. എന്തോ ഒരു പേര്, ഞാൻ അതിനെ സൂമൊക്കെ ചെയ്ത് മാക്സിമം എടുക്കാൻ നോക്കി, പക്ഷെ അത്രയും സൂമായുള്ളൂ. എന്തായാലും ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തോ നാഗ കൂട്ടിയിട്ടുള്ള പേരാണ്. പിന്നെ അവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ നമ്മുടെ അക്കാഡമിയിലോട്ട് പോയി. അക്കാഡമി പോകുന്ന വഴിക്ക് രാജ്യത്തിൻ്റെ അതായത് ഓരോ രാജ്യത്തിനും ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നതായിട്ടുള്ള മാപ്പ്. ഇതിപ്പോൾ ഒരു ഹിറ്റാണല്ലോ. കല്യാണപ്പെണ്ണ് ദേ കിടക്കുന്നു. എടാ, ഇത് ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്തില്ല, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. എടാ, നീ എന്തായാലും മുഖം കാണിക്കുമല്ലോ. മാമേ, ആ പുസ്തകം താത്തുവെയ് മാമേ, അവൻ്റെ അങ്ങനെ എറണാകുളം നോർത്തിൻ്റെ പരിപാടികളെല്ലാം ഇന്നത്തെ ദിവസത്തോടു കൂടി തീരുകയാണ്. കാരണം നാളെ നമ്മൾ തിരിച്ചു പോവാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചുന്ദരി മനീനെ നിങ്ങൾ കണ്ടോ? എന്തൊരു ചുന്ദരിയാണെന്ന് നോക്കിക്കേ. 2 ചെവിയും മടക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ചുന്ദരിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനോടുള്ള സഹവാസവും വാസവും മണവും ഈ തൊട്ടും പിടിച്ച് നിന്നിട്ട് ആരെയും പേടിയില്ല, ആരെയും ഉപദ്രവിക്കുന്നുമില്ല.
അവൾ അവളുടെ ടെറിട്ടറിയിൽ ആൾക്കാരോടൊപ്പം സുഖമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാർ ബിസ്ക്കറ്റ് കൊടുത്തുന്നത് കഴിച്ചും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിപ്പം പാർട്ട് 4 ഫൈനലായിട്ടുള്ളൊരു വ്ളോഗും കൂടെ ഉണ്ടാവും. അതോട് കൂടിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഒരു 1.5-10 വ്ളോഗ് ഉണ്ടല്ലോ. ഇല്ലില്ല, തീർന്നു. 5 വ്ളോഗ്, ഇത് 4-മത്തെ. ബാക്കി പിന്നെ